എൻ്റെ പേര് ആൻജോ. ഇതിപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു ഹാർഡ് കോർ വേൾഡാണ് നമ്മളിപ്പോൾ തുടങ്ങിയേക്കുന്നത്. നമ്മുടെ ചാനൽ പുതിയതാണ്. എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മാക്സിമം ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ പുതിയൊരു ചാനലാണ്, ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അധികം കാര്യങ്ങളൊന്നും ആയിട്ടൊന്നുമില്ല. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾക്കെന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിൽ ഇനി എപ്പോഴെപ്പോഴും ഓരോരോ വീഡിയോസൊക്കെ വരും. എല്ലാവരും കയറി കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പറയാനുള്ള ഓരോ കാര്യങ്ങൾ കമൻറ്റിൽ നിങ്ങൾ പറയാം. ഞാൻ എല്ലാ കമൻറ്റും വായിക്കുന്നതായിരിക്കും. സ്റ്റോണിൻ്റെ പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 സോഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 സ്റ്റോണിൻ്റെ പിക്കാക്സ് കൊണ്ട് മൈൻഡ് ചെയ്താലായാൽ നമുക്ക് കിട്ടത്തുള്ളൂ. സ്റ്റോൺ നമുക്ക് നമുക്ക് 3 ആടിനെ വേണം. നമുക്ക് എന്തായാലും നമുക്ക് ബെഡ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബെഡ് ക്രാഫ്റ്റ് ചെയ്താൽ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് 3 ആടിനെ കൊല്ലാം. ഗായ്സ് ഞാനിപ്പോൾ അതേ ഓടി അപ്പോൾ ഗായ്സ് ഞാനിപ്പോൾ ഓടിയപ്പോൾ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്, മലയിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ വുഡ് എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങിന് നല്ലതാണെന്ന് എല്ലാവരും പറയാറുണ്ട്. പറയുന്ന അത്രയല്ല, നല്ലതാണ്. ബിൽഡിങ്ങിന് നല്ല അടിപൊളി വുഡാണിത്, നല്ല ഭംഗിയൊക്കെ ഉള്ള വുഡാണിത്. ഇത് നമുക്ക് കുറച്ചെടുക്കാം. ഇത് എടുത്തിട്ട് നമുക്കൊരു വീടുണ്ടാക്കാം ഗായ്സ്. നമുക്ക് നല്ലൊരു വലിയൊരു വീടുണ്ടാക്കാം. നമ്മൾ ഈ എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിലായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം കോള് നമുക്ക് മൈൻഡ് ചെയ്യാം. രാത്രിയായിട്ടുണ്ട്. നമുക്ക് കിടന്ന് എനിച്ചിട്ട് വേണം ഇവിടുത്തെ കുറേ വുഡൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് വീടുണ്ടാക്കാൻ. ഉണ്ടാക്കുമ്പോൾ വലിയൊരു വീടുണ്ടാക്കും നമ്മൾ ഗൈസ്. പെട്ടെന്ന് ഈ ഒരു അയണൊന്ന് കുക്ക് ചെയ്യാം. ഇതൊന്നും മൂടി വയ്ക്കാം. എങ്ങാനും കഷ്ടകാലത്തിന് വല്ല സോംബീസ് അങ്ങനെ കയറിയിട്ട് വന്നാലോ. ഷീൽഡായി. ഇനി എനിക്ക് പേടിക്കണ്ട. എന്തുണ്ടെങ്കിലും ഷീൽഡ് പിടിച്ച് നിന്നാൽ മതിയല്ലോ. ഇപ്പം കിട്ടിയാൽ നമ്മളെ മട്ടൻ തിന്നാം. ഇപ്പം നമുക്ക് റീജൻ ആയിക്കോളും. പോർക്കായി ചിക്കൻ വയ്ക്കാം. കുറച്ചുകൂടി സ്റ്റോർ എടുക്കാം. നമുക്ക് ഫുഡ് നമുക്കിത് മതി. ഇപ്പോഴത്തേക്ക് ഇത് മതി. നമുക്കിനി ആ മരം മുറിക്കാനുള്ള പണി നോക്കാം. ഇവിടെ ഒരു ആക്സും കൂടി ഉണ്ടാക്കാം. 2 ആക്സ് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഓരോ മരങ്ങളായിട്ട് നമുക്ക് മുറിക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ ഇപ്പോൾ ഏകദേശം 2-2.5 സ്റ്റാക്കോളം നമ്മളിപ്പോൾ മരം നമ്മൾ വെട്ടി. ഇതിൻ്റെ ആവശ്യമുള്ളൂ നമുക്കിപ്പോൾ. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ പണിയിലേക്ക് നമുക്ക് പോവാം. നമ്മൾ കുറേ നേരം നമ്മൾ ഇന്ന് മൈൻ ചെയ്തു. നമ്മുടെ ഒരു ആക്സ് പൊട്ടി, 2ാമത്തെ ആക്സ് ഇപ്പോൾ പൊട്ടും. അങ്ങനത്തെ ഒരു നിലയിലായപ്പോഴാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടുണ്ടാക്കാനുള്ള പണികൾ നമുക്ക് നോക്കാം. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇനി കളയാം. ആവശ്യമില്ലാത്ത സാധനങ്ങൾ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട് പണിയേക്ക് പോവാം.
ഞാൻ നല്ലൊരു സ്ഥലം നോക്കി. ഇവിടെ ആയിട്ടൊരു വീട് ഉണ്ടാക്കിയാലോ എന്ന് എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ ഉണ്ടാക്കിയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. ഇവിടെ ആയിട്ട് നല്ല വീടിനൊക്കെ ആണെങ്കിൽ കണ്ടോ, പ്ലെയിൻ ഏരിയ ആണ്. നന്നായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വ്യൂവും കിട്ടും. ഇവിടെ ആയാലും നമുക്ക് കുറച്ച് ഫാംസും ഉണ്ടാക്കാം. ഇവിടെ ആയാലും കുറേ ഫാം ഉണ്ടാക്കാം ചുറ്റുപാടും. പക്ഷെ അടുത്തൊരു വില്ലേജ് ഇല്ലാതെ പ്രശ്നം. ഒരു വില്ലേജ് വേണം. നമുക്കപ്പോൾ അതെ ഇവിടെ ആയിട്ടൊരു വീട് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ വീടിൻ്റെ പണി നമുക്ക് തുടങ്ങാം. അതിന് ഇവിടെയൊക്കെ ഇത് ക്ലിയർ ആയിട്ടെ. അപ്പോൾ ഗൈസ് നമ്മളിവിടുത്തെ എല്ലാ പുല്ലും നമ്മൾ വെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വീടിൻ്റെ പണി നമുക്ക് നോക്കാം. എൻ്റെ മനസ്സിലുള്ളൊരു പ്ലാൻ എന്ന് വെക്കുകയാണെങ്കിൽ നടുക്ക് തന്നെ ഒരു ഭാഗം റെക്റ്റാങ്കിള്, പിന്നെ അതിൻ്റെ സൈഡിൽ 2 റെക്റ്റാങ്കിൾ പോലെ 2 വേറെ മുറി, ഒരെണ്ണം സ്റ്റോറേജും പിന്നെ ഒരെണ്ണം വേറെ എന്തെങ്കിലുമൊക്കെ ആക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റത്തെ സ്ഥലം, ഫസ്റ്റത്തെ ഹാളിൻ്റെ ഭാഗം. ഇവിടെ നിന്ന് തൊട്ട് അവിടെ വരെ ഹാള് വേണ്ട, അവിടെ നിന്ന് ഇവിടെ വരെ ആക്കാം. ഇത് ഹാളിൻ്റെ സ്ഥലം. അവിടെ നിന്ന് അവിടെ നിന്ന് ഇവിടെ വരെ ഹാള്. മൂന്ന് ലെയർ പോകണം ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ അവിടെ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ഈ സൈഡ് നമുക്ക് കുറച്ചും കൂടി ഭംഗിയാക്കാം. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ചും കൂടി വലിയ വീടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സൈഡെല്ലാം നമ്മൾ അടച്ചിട്ടുണ്ട്. ഇവിടെ മേൽഭാഗം കൂടി അടയ്ക്കണം. എന്നിട്ട് നമുക്ക് മേൽഭാഗത്തും കുറച്ചും കൂടി ഒരു പണി വരുന്നുണ്ട്. എല്ലാം നമ്മൾ വഴിയെ നമ്മൾ ചെയ്യും. നമുക്ക് മേൽഭാഗം നമ്മൾ കോബിൾ സ്റ്റോൺ കൊണ്ട് അടയ്ക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. കോബിൾ സ്റ്റോൺ വെച്ചിട്ട് ഫുള്ള് അടയ്ക്കും മേൽഭാഗം. അപ്പോൾ നമുക്ക് അവരടയ്ക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ കഷ്ടപ്പെട്ടു നമ്മുടെ വീടിനതേ ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാൻ. കാണാനൊരു മെനയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കാൻ നമ്മൾ കുറേ കഷ്ടപ്പെട്ടു, കുറേ നമ്മൾ കിടന്ന് പണിയെടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ മേൽഭാഗം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മേൽഭാഗം ഇപ്പോൾ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്കൊരു പ്ലാനുണ്ട്. പിന്നെ മേൽഭാഗത്ത് സെൻട്രലായിട്ടൊരു റൂം ഉണ്ടാക്കണം. ആ റൂമിനെ കവർ ചെയ്യേണ്ട രീതിക്ക് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരാൻ. ഈ സാധനം അതിനെ കവർ ചെയ്യണം. ഏകദേശം നമ്മൾ അപ്പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കത് കാണരുത്. കണ്ടാൽ തന്നെ നമുക്ക് മേൽക്കൂര വേണം. നമ്മൾ അവിടെ നോക്കുമ്പോൾ കാണാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു ഇത് വേണം നമുക്ക്.
ഇവിടെ ഒരു മുറി വേണം നമുക്ക്. വുഡ് ഉണ്ട്. ഇവിടെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ കൂടെ ഉണ്ടാക്കാനാണ്. ഈ അല്ലേ മതി. അല്ലെങ്കിൽ ഇറക്കി ഉണ്ടാക്കാം. 2 ബ്ലോക്ക് നമുക്ക് ഇറക്കിയിട്ട് ഉണ്ടാക്കാം. ഈ ഭയങ്കര ബോറായി പോകും. 2 ബ്ലോക്ക് ഇറക്കിയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കപ്പോൾ നമുക്കിതേ വീടിൻ്റെ 2ാമത്തെ മുറി മേൽ ഭാഗത്ത് നമുക്ക് ഇവിടെ നിന്ന് പണി തുടങ്ങാം. നമുക്ക് കുറച്ച് വുഡും ലാഭം കിട്ടും. അതിലേക്ക് കാണാൻ കുറച്ച് ഭംഗിയും ഉണ്ടാവും. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക് വന്നേക്കണേ. 2 നില, ഇപ്പുറത്തൊരു മുറി, അപ്പുറത്തൊരു മുറി. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക്. കുറച്ചും കൂടിയൊക്കെ വ്യത്യാസങ്ങളൊക്കെ വരുത്താനുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആകെന്ന് അലമ്പായിട്ടാണ് ഇരിക്കണേ. വൈകാണ്ട് നമ്മളതൊക്കെ ശരിയാക്കും. നമ്മുടെ ഉൾഭാഗം ഞാൻ കാട്ടിത്തരാം. ഇവിടെ 2 ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവിടെ ഒന്നില്ലെങ്കിൽ നമുക്ക് സ്റ്റോറേജ്, ഇവിടെ എന്തെങ്കിലുമൊക്കെ വേറെ. പിന്നെ മേൽഭാഗത്ത് ഇവിടെ ഒരു മുറി. പിന്നെ ഇത് ഇവിടെ നിന്ന് ഈ ഒരു ലെയർ എടുത്ത് കളയണം. ഇതെടുത്ത് കളയണം. പിന്നെ ഇവിടെ സ്ഥലം കിട്ടും. പിന്നെ ഇവിടെ ആയിട്ട് നമുക്കാണെങ്കിൽ ബാൽക്കണി വെക്കാം. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് സൈഡുണ്ട്. ഇപ്പുറത്ത് കുറച്ചും കൂടി സ്ഥലമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇപ്പുറത്ത് ഒരു ഇച്ചിരി കൂടി സ്ഥലമുണ്ട് ഇവിടെയും. പിന്നെ അതേപോലെ തന്നെ ഇപ്പുറത്തും ഉണ്ട്. നിങ്ങൾ അവിടെയൊക്കെ എന്തിട്ട് ചെയ്യണ്ടേ, അവിടെ എന്തിട്ട് വെക്കണ്ടേ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞുതരാം. വീടിൻ്റെ കുറച്ച് വർക്ക് കൂടി ബാക്കിയുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കേ ഉള്ളൂ. നമ്മുടെ മെയിനായിട്ട് നമ്മുടെ വീടുണ്ടാക്കൽ പണിയായിരുന്നു. വലിയ സുഖമൊന്നുമില്ല വീട്. എന്നാലും മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. വീട് ഇഷ്ടമായവർ കമൻറ്റ് ചെയ്യുക. വീട് ഇഷ്ടമായവർ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത് എന്തിട്ടൊക്കെ ചെയ്യണമെന്നൊക്കെ പറയാം. നമ്മളപ്പോൾ ഇനി അടുത്ത പാട്ടിൽ നമ്മളപ്പോൾ ഒരു ആർമർ സെറ്റാക്കും. ആർമർ സെറ്റാക്കിയിട്ട് പിന്നെ വേറെ കുറേ ഫാമുകളൊക്കെ നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ.